عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، وأن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى، وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين. لكل دعوى نبوة بعده فغي وهوى، وهو المبعوث إلى عامة الجن وكافة الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു യുദ്ധമാണ് ബദർ. വിശ്വാസികൾക്ക് ധാരാളം ഗുണപാഠങ്ങൾ നൽകിയ ഒരു യുദ്ധമായിരുന്നു ബദർ. ബദരീങ്ങളെ സ്നേഹിക്കുന്നവരും അവരുടെ മാർഗം പിൻപറ്റാൻ ആഗ്രഹിക്കുന്നവരുമാണ് നാം ഓരോരുത്തരും. ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം ശ്രേഷ്ഠതകളുള്ള വ്യക്തികളാണ് ബദരീങ്ങൾ. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്ന് ഒട്ടേറെ പാഠങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. എല്ലാ സ്വഹാബികൾക്കും ഒരേ ശ്രേഷ്ഠതയല്ല. എല്ലാ സ്വഹാബാക്കളെയും നമ്മൾ സ്നേഹിക്കണം, എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടണം, എല്ലാവരുടെയും ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടവരാണ്, അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ് സ്വഹാബത്ത്. അല്ലാഹു പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്തശ്ശജറ. ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പ്രവാചകരെ താങ്കൾക്ക് പ്രതിജ്ഞ ചെയ്തവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് സ്വഹാബാക്കളെ കുറിച്ചാണ്. 48-ാം അധ്യായം സൂറത്തുൽ ഫത്ഹിലെ 18-ാമത്തെ ആയത്താണത്. അതുപോലെ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. അൻസ്വാറുകളിൽ നിന്നും മുഹാജിരീങ്ങളിൽ നിന്നും മുൻകടന്നു വന്ന ആളുകൾ, വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, നന്മയോടുകൂടി അവരെ പിൻപറ്റുകയും ചെയ്ത ആളുകൾ, റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് സ്വഹാബത്തിനെ കുറിച്ചാണ്. 9-ാം അധ്യായം സൂറത്തു തൗബയുടെ 100-ാമത്തെ ആയത്താണ്. എന്നിട്ട് ആ സ്വഹാബത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, വഅഅദ്ദ ലഹും ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട് എന്നും ഇഷ്ടമുണ്ട് എന്നും അറിയിക്കപ്പെട്ടവരാണ് സ്വഹാബാക്കൾ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. വല്ലദീ നഫ്സി ബിയദിഹി, അള്ളാഹു തന്നെയാണ് സത്യം, ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ
ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫ, സ്വഹാബത്ത് ചിലവഴിച്ച ഒരു മുദ്ദ്, അതല്ല അതിൻ്റെ പകുതി പോലും അതെത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ഇത് റസൂലുള്ളാഹി ആരോടാ പറയുന്നത്? അവസാന കാലഘട്ടത്തിലെ സ്വഹാബാക്കളോടാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ആദ്യ കാലഘട്ടത്തിലെ സ്വഹാബാക്കളെ കുറിച്ചാണ്. അപ്പോൾ ആ സ്വഹാബത്തിൻ്റെ മഹത്വം എത്രയായിരിക്കുമെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു അസറിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു ലോകത്തുള്ള മുഴുവൻ അടിമകളുടെ ഹൃദയത്തിലേക്കും ഒന്ന് നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്. അപ്പോൾ അല്ലാഹുവിനെ കാണാൻ സാധിച്ചത് അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഹൃദയമുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഫസ്തഫാഹു ലിനഫ്സിഹി, അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി റിസാലത്ത് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, സുമ്മ നളറ ഫീ ഖുലൂബിൽ ഇബാദി ബഅദ ഖൽബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് പ്രവാചകന്റെ ഹൃദയത്തിന് ശേഷം മറ്റുള്ള അടിമകളുടെ ഹൃദയത്തിലേക്കൊന്ന് അള്ളാഹു നോക്കി. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, അപ്പോൾ അള്ളാഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും നല്ല ഹൃദയമുള്ളവരായി സ്വഹാബത്തിനെയാണ് കണ്ടത്. ഫജഅലഹു വുസറാഅ നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹായികളായി സ്വഹാബത്തിനെ അള്ളാഹു തിരഞ്ഞെടുത്തു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഈ സൂചിപ്പിച്ചതെല്ലാം സ്വഹാബത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തവരാണ് സ്വഹാബാക്കൾ. എന്നാലും സ്വഹാബാക്കൾ എല്ലാവരും ഒരുപോലെയല്ല. അതാണ് ഞാൻ പറഞ്ഞത്, സ്വഹാബാക്കളിൽ ദറജകളിൽ ഏറ്റ വ്യത്യാസമുള്ളവരുണ്ട്. സ്വഹാബാക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അശറത്തുൽ മുബശ്ശിരീങ്ങൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കൾ. അതിൽ തന്നെ ഒന്നാമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ കാറ്റഗറി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ബദറിൽ പങ്കെടുത്ത ബദരീങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രം പഠിക്കലും അവരുടെ ചരിത്രം മനസ്സിലാക്കലും അവരെ സ്നേഹിക്കലും ഈമാനിൻ്റെ ഭാഗമാണ്. മദീനയിൽ നിന്ന് 130 കിലോമീറ്റർ അപ്പുറത്താണ് ബദർ സ്ഥിതി ചെയ്യുന്നത്. ഹിജറ 2 റമളാൻ 17 ബദറിൽ വെച്ചുകൊണ്ടാണ് ബദർ യുദ്ധം അരങ്ങേറുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നബിയായി നിയോഗിക്കപ്പെടുന്നു. പിന്നീട് 3 വർഷം രഹസ്യ പ്രബോധനാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത കുടുംബക്കാരോട് പറയും, കൂട്ടുകാരോട് പറയും, പ്രശ്നങ്ങളില്ല. 3 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു ആയത്തിറക്കി, പരസ്യ പ്രബോധനത്തിനുള്ള ആയത്ത് അള്ളാഹു ഇറക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫാ കുന്നിൻ്റെ മുകളിൽ കയറി തൻ്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി ഈ പ്രബോധനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. അന്ന് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പീഡനങ്ങളാണ്. ശക്തമായ പ്രഹരങ്ങളും പ്രയാസങ്ങളും പ്രവാചകനെ ഏൽക്കാൻ തുടങ്ങി. ഷാഇറെന്നും സാഹിറെന്നും മജ്നൂനെന്നും കദ്ദാബെന്നും വിളിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. പിന്നീട് 10 വർഷത്തെ മക്കയിലെ മൊത്തം 13 വർഷത്തെ പ്രബോധനത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി വരികയും മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്യുകയും ചെയ്തു. മദീനയിൽ ഹിജറ 1 പ്രശ്നങ്ങളൊന്നുമില്ല. ഹിജറ 2 പിന്നീട് ബദർ അരങ്ങേറുന്നത്. യഥാർത്ഥത്തിൽ ബദറിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ബദർ യുദ്ധത്തിന് വേണ്ടി ആരംഭിച്ചതല്ല. അബൂ സുഫിയാൻ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ നേതാവാണ്. അബൂ സുഫിയാൻ മുശ്രിക്കീങ്ങളുടെ സമ്പത്ത് ഒരുമിച്ചു കൂട്ടി ഷാമിലേക്കൊരു കച്ചവട സംഘത്തെ നയിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവുമായി മുസ്ലിമീങ്ങളെ ഉന്മൂലനാശം ചെയ്യണം, ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി തകർത്തെറിയണം. അതിനുവേണ്ടി ഒരു സംഘവുമായി അബൂ സുഫിയാൻ ഷാമിലേക്ക് യാത്ര തിരിച്ചു. ആ സമയത്ത് മദീന ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയിട്ടുണ്ട്. അവിടുത്തെ ഭരണാധികാരിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാജ്യത്തിൻ്റെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സുഫിയാന്റെ സംഘത്തെ ഒന്ന് ഭയപ്പെടുത്തുന്നതിന് വേണ്ടി
അവരെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടി സ്വഹാബത്തുമായി യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. പ്രവാചകന്റെ കൽപ്പന, നിലവിൽ യാത്രക്ക് സൗകര്യമുള്ള, നിലവിൽ യാത്ര ചെയ്യാൻ അനുകൂലമായ സാഹചര്യങ്ങളുള്ളവർ മാത്രമാണ് പോരേണ്ടത്. കാരണം ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ ധാരാളം സ്വഹാബത്തിന് ബദറിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൽപ്പെട്ടൊരു സ്വഹാബിയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്വഹാബത്ത് ബദറിലേക്ക് പോകുന്ന സമയത്ത് രോഗിയായി കിടപ്പിലാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ പരിചരിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മദീനയിൽ തങ്ങാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 300 ചില്ലാനം സ്വഹാബത്തും യാത്ര തിരിച്ചു. മദീനയിലെ പള്ളിയിലെ, പ്രവാചകന്റെ പള്ളിയിലെ നിസ്കാരത്തിന്റെ ഡ്യൂട്ടി അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് 3 ബാങ്കികളാണ്. അതിലൊരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. കണ്ണു കാണാത്ത ആ സ്വഹാബിയെ നിസ്കാരത്തിന്റെ നേതൃത്വം പ്രവാചകനെ ഏൽപ്പിച്ചു. എന്നിട്ട് യാത്ര പുറപ്പെട്ടു. എന്നാൽ അർ-റൗഹ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ തിരിച്ചയച്ചു. മദീനയുടെ കാര്യങ്ങൾ നോക്കുന്നതിന്, മദീനയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ തിരിച്ചയക്കുന്നത്. പരിമിതമായ സൗകര്യങ്ങളാണ് സ്വഹാബത്തിനുള്ളത്. 3 പേർക്ക് സഞ്ചരിക്കാൻ ഒരൊട്ടകമാണ്. ഇപ്പം നമ്മൾ ആലോചിക്കണം, എത്ര പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും ആ യാത്ര. 2 ആളുകൾ ഇങ്ങനെ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഒരാൾ മൂക്ക് കയറും പിടിച്ച് നടക്കണം. പിന്നെ അയാൾ ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ ഒരാൾ നിലത്തിറങ്ങി ഒട്ടകത്തിൻ്റെ മൂക്ക് കയറ് പിടിച്ച് നടക്കണം. ആ രൂപത്തിൽ ഊഴം വെച്ചാണ് സ്വഹാബത്തിൻ്റെ യാത്ര. മരുഭൂമിയിലൂടെയാണ് യാത്ര. തീ തുപ്പുന്ന മരുഭൂമിയാണ്. നല്ല മൂർച്ചയുള്ള കല്ലുകളുള്ള മരുഭൂമിയാണ്. വിഷപ്പാമ്പുകളാൽ നിറഞ്ഞ മരുഭൂമിയാണ്. അതിലൂടെ 130 കിലോമീറ്ററുകൾക്കപ്പുറം കാൽനടയായി സ്വഹാബത്ത് യാത്ര തിരിച്ചു. ഞാൻ പറഞ്ഞു 3 പേർക്ക് ഒരൊട്ടകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ കൂടെ മർസദ് ബിൻ അബിൽ മർസദ് റളിയല്ലാഹു അൻഹും അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമാണ്. അവർ പറയുന്നുണ്ട്, റസൂലേ, താങ്കൾ നിലത്ത് നടക്കേണ്ടതില്ല, താങ്കൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് നടക്കേണ്ടതില്ല റസൂലേ, താങ്കൾ ഒട്ടകപ്പുറത്ത് കയറണം. മദീനയിൽ നിന്നും ബദർ വരെ താങ്കളെ ഞങ്ങൾ വഹിച്ചു കൊള്ളാം, താങ്കൾ നടക്കേണ്ടതില്ല റസൂലേ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, നിങ്ങൾ എന്നേക്കാൾ ശക്തരല്ല. എനിക്ക് ലഭിക്കുന്ന ഒരു നന്മ നിങ്ങൾ തടയാൻ ശ്രമിക്കുകയാണോ? ഒട്ടകത്തിന്റെ കയറും പിടിച്ച് കാൽനടയായി ഞാൻ നടക്കും സഹാബ, നിങ്ങൾ എനിക്ക് ലഭിക്കുന്ന നന്മയെ തടയരുത്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ. ഇത്രയും അനുയായികളോട് സൗമ്യമായി പെരുമാറുന്ന, ഇത്രയും അനുയായികളോട് മാന്യമായി പെരുമാറുന്ന മറ്റേത് നേതാവിനെയാണ് ചരിത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് അബൂ സുഫിയാൻ തിരിച്ചറിഞ്ഞു. അബൂ സുഫിയാൻ വളരെ ബുദ്ധിയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അബൂ സുഫിയാൻ ലംലം എന്ന പേരുള്ളൊരു വ്യക്തിയെ മക്കയിലേക്ക് അയച്ചു. വിവരം അബൂജഹലിനും കൂട്ടരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ലംലം മക്കയിലേക്കെത്തി തൻ്റെ കുതിരയെ തിരിച്ചു നിർത്തി അതിൻ്റെ വാലിൻ്റെ ഒരു കഷ്ണം മുറിച്ച് തൻ്റെ വസ്ത്രം വലിച്ചു കീറി, അഥവാ അബൂ സുഫിയാനും കൂട്ടർക്കും ഒരു വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന ഒരു സൂചന ലംലം അവർക്ക് നൽകി. അബൂ സുഫിയാൻ ആകട്ടെ ആ സമയത്ത് ബദറല്ലാത്ത മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അബൂജഹൽ ഒരു വലിയ സൈന്യത്തെയും കൂട്ടി മക്കയിൽ നിന്ന് ബദറിലേക്ക് പുറപ്പെട്ടു. 1300 ചില്ലാനം വരുന്ന ഒരു വലിയ സൈന്യവുമായി അബൂജഹൽ ബദറിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ബദറെത്തുമ്പോൾ കാണുന്നത് അബൂ സുഫിയാനെയല്ല, അബൂജഹലിനെയാണ്. ചില സ്വഹാബത്ത് യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി അവരോടായി ശൂറ നടത്തി. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, വഹിയുള്ള പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്ന പ്രവാചകനാണ്. എന്നിട്ടും സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി പരസ്പരം ശൂറ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ബദർ നൽകുന്ന ഒന്നാമത്തെ പാഠം ഈ ശൂറ തന്നെയാണ്. ഇന്ന് പലപ്പോഴും മക്കള് വീട് വെക്കാൻ തീരുമാനമായതിനു ശേഷമാണ് ഉപ്പാനോടും ഉമ്മാനോടും പറയാം. വിവാഹം തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമാണ് ഉമ്മയും ഉപ്പയും അറിയുന്നത്. നമ്മുടെ വീടുകളിൽ നിന്ന് പോലും, കുടുംബങ്ങളിൽ നിന്ന് പോലും
പള്ളികളിൽ നിന്ന് പോലും ഷൂറ എന്ന കൂടിയാലോചന എന്ന ഒരു മഹത്തായ ഇബാദത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മുസ്ലിമീങ്ങളുടെ ക്വാളിറ്റിയായി അള്ളാഹു സൂറത്തു ഷൂറയിൽ പറഞ്ഞത് വല്ലദീന സ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത്ത വഅംറുഹും ശൂറാ ബൈനഹും. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരും നിസ്കാരം നിലനിർത്തുന്നവരും പരസ്പരം കാര്യങ്ങൾ ശൂറ കൂടി ആലോചിക്കുന്നവരുമാണ് വിശ്വാസികളെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും നമ്മളെക്കാൾ പരിചയ സമ്പത്തുള്ള, നമ്മളെക്കാൾ ദീനിയായി അറിവുള്ളവരുമായി കൂടി ആലോചിക്കുക എന്നുള്ളതിൽ ബറക്കത്തുണ്ട്, ഷൂറയിൽ ബറക്കത്തുണ്ട്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ വിഷയമാണ്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് ഷൂറ കൂടി ആലോചിക്കാൻ അവർക്ക് മടിയാണ്. നമ്മൾ പാണുങ്ങൾ എന്തിനാണ് ഓലോട് ചോദിക്കണം? പെണ്ണുങ്ങളോട് ചോദിച്ചിട്ട് വേണം അപ്പം എല്ലാതും ചെയ്യാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ ഹുദൈബിയയിൽ വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യമാരോട് ഷൂറ കൂടിയിട്ടാണ് പല കാര്യങ്ങളും തീരുമാനിച്ചത്. അതുകൊണ്ട് പരസ്പരം ഷൂറ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, മുഹാജിറുകളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധത്തിലേക്ക് ഇറങ്ങണോ? മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ലാ നഖൂലു കമാ ഖാല മൂസ. പ്രവാചകരെ, മൂസാ നബിയോട് തൻ്റെ ജനത പറഞ്ഞ പോലെ ഞങ്ങൾ താങ്കളോട് പറയില്ല. എന്താണ് മൂസാ നബിയോട് പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഫലസ്തീനിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിയുടെ ജനത പറഞ്ഞു, മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിതാ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളിവിടെ ഇരിക്കാം, യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല മൂസ, നീയും റബ്ബും പോയി യുദ്ധം ചെയ്തോ. ആ നന്ദികേടിന്റെ വാക്ക് ഞങ്ങൾ പറയൂല റസൂലേ. വലാകിന്നാ നുഖാതിലു അൻ യമീനിക വഅൻ ശിമാലിക വബൈന യദൈക വഖൽഫക. താങ്കളുടെ മുൻഭാഗത്തും പിൻഭാഗത്തും വലതു ഭാഗത്തും ഇടതു ഭാഗത്തും നിന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യും റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം നൽകുന്ന വാക്കുകളായിരുന്നു അത്. പക്ഷെ പ്രവാചകൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ജനങ്ങളെ നിങ്ങൾ പറയൂ, ജനങ്ങളെ നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റസൂലുള്ളാഹി ചോദ്യം ആവർത്തിച്ചപ്പോൾ അൻസാറുകൾക്ക് മനസ്സിലായി ചോദ്യം ഞങ്ങളോടാണ്. കാരണം അൻസാറുകൾ റസൂലിനെ ബൈഅത്ത് ചെയ്തപ്പോൾ പറഞ്ഞത് മദീനയിൽ പ്രവാചകനെ സംരക്ഷിക്കാമെന്നാണ്. എന്നാൽ ബദർ മദീനക്ക് പുറത്താണ്. അതുകൊണ്ട് ഇവിടെ അൻസാറുകൾ സഹായിക്കുമോ? പ്രവാചകന് ആശങ്കയുണ്ടായിരുന്നു. ചോദ്യം ഞങ്ങളോടാണ് എന്ന് മനസ്സിലായപ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, റസൂലേ, താങ്കൾ ഇറങ്ങിക്കൊള്ളുക. റസൂലേ, താങ്കൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിക്കൊള്ളുക. താങ്കൾ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയാലും ഞങ്ങൾ പിന്നാലെ ഉണ്ടാകും റസൂലേ. അതുകൊണ്ട് ഞങ്ങൾ പിറകിലുണ്ട് റസൂലേ, താങ്കൾ ധൈര്യമായി ഇറങ്ങിക്കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന് കുളിർമ നൽകുന്ന വാക്കുകളായിരുന്നു അത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബ, 2-1 അള്ളാഹു എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബദറിൽ വിജയമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അറിയിക്കുകയാണ്. എന്നിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലാണ്. ബദറിൽ വിജയമുണ്ട് എന്ന് അറിയിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിലാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിമുൻ ഇല്ലാ റസൂലുള്ളാഹ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉറക്കത്തിലാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഉറങ്ങുന്നില്ല. തഹ്ത ശജറത്തിൻ യുസല്ലി വയബ്കി ഹത്താ അസ്ബഹ്. ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് റസൂലുള്ളാഹി നമസ്കരിക്കുന്നു, റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു. സുബ്ഹ് വരെ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, ആരാണ് പ്രാർത്ഥിക്കുന്നത്? സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ച പ്രവാചകൻ, അള്ളാഹുവിൻ്റെ ഖലീലാണ് എന്നറിയിച്ച പ്രവാചകൻ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥന? അസുഖം മാറാൻ വേണ്ടിയാണോ? ഒരു കുട്ടിനെ ലഭിക്കാൻ വേണ്ടിയാണോ? ഭൗതികമായി തനിക്ക് വല്ല നേട്ടത്തിനു വേണ്ടിയാണോ? അല്ലല്ലോ. ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അത് നമുക്കൊരു മാതൃകയാണ്. ഈ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഈ ഉമ്മത്തിലെ ആലിമീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ ഉമ്മത്തിലെ തൗഹീദുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കഴിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ?
ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലം യസൽ ദാലിക ഹത്താ ഫതഹല്ലാഹു അലൈഹി, അല്ലാഹു സ്വഹാബത്തിന് വിജയം നൽകുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ പ്രാർത്ഥനയിലാണ്. ബദർ നൽകുന്ന രണ്ടാമത്തെ പാഠം പ്രാർത്ഥന എന്നുള്ളത് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, തൊബ്രാനിയാണ് ഉദ്ധരിക്കുന്നത്, ഇന്ന അബ്ഖലന്നാസി മൻ ബഖില ബിസ്സലാം, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പിശുക്കൻ പ്രാർത്ഥനയിൽ സലാമിൽ പിശുക്കുന്നവനാണ്. ആളുകളെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയാൻ മടിയുള്ളവൻ, ആളുകളോട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ആളുകളെ കണ്ടുമുട്ടുമ്പോഴും സലാം പറയാൻ മടിക്കുന്നവർ, അവരാണ് ഏറ്റവും വലിയ പിശുക്കർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിനുശേഷം പ്രവാചകൻ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും അശക്തരൻ, ദുർബലൻ, അവൻ ദുആയിൽ ദുർബലത കാണിക്കുന്നവനാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താത്തവർ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ പിറകിലോട്ട് നിൽക്കുന്നവർ, അവരാണ് ഏറ്റവും വലിയ ദുർബലർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, നിങ്ങളുടെ റബ്ബ് അവൻ ലജ്ജയുള്ളവനാണ്, അവൻ മാന്യനാണ്. യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ, അല്ലാഹുവിലേക്ക് ഒരാൾ രണ്ട് കൈകൾ ഉയർത്തിയാൽ അത് പൂജ്യമാക്കി അതിലൊന്നുമില്ലാതെ തിരിച്ചേക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഈ റമളാൻ മാസത്തിൽ നോമ്പുകാരായിരിക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വെക്കുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? നമ്മൾ ആളുകളോട് സങ്കടം പറയാറുണ്ട്. നമുക്കുള്ള സങ്കടങ്ങൾ ആളുകളോട് ഇങ്ങനെ നടന്നു പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രയാസമാണ്, പ്രശ്നങ്ങളാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് തുറന്നു പറഞ്ഞു നോക്കൂ. അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്. ആളുകളോട് ചോദിക്കുമ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ചോദിക്കുമ്പോൾ സഹായിക്കും, എപ്പോഴും ചോദിക്കുമ്പോൾ എപ്പോഴും ഇങ്ങോട്ട് വരണ്ട കേട്ടോ, വേറെ എവിടേക്കെങ്കിലും പോയിക്കോ എന്ന് പറയും. അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കുമ്പോഴാണ് അള്ളാഹുവിന് ദേഷ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്കെല്ലാ സഹായവും വരാനുള്ളത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്. നമുക്കെല്ലാം നൽകാനുള്ളത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ആരോടാണ് എൻ്റെ കാര്യം തുറന്നു പറയാം, ഞാൻ ഇപ്പം എന്താ കാട്ടുക, ഞാൻ ഇപ്പം ആരോടാ പറയുക, എനിക്ക് പറയാൻ ആരാ ഉള്ളത്? നമ്മൾ ഈ നാസയുടെ സൈറ്റിൽ കയറിയിട്ട് പ്രപഞ്ചത്തിൻ്റെ വലിപ്പം നടിച്ചു കൊടുത്താൽ ഒരു എക്സാക്റ്റ് ഉത്തരം നമുക്ക് കിട്ടൂല. എന്താ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഇത്രയാണെന്ന് പറയാൻ നാസക്ക് പോലും ഇന്നും സാധിച്ചിട്ടില്ല. ഇത്രയും വിശാലമായ അനന്തമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇതിനെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് 5 നേരം നമസ്കാരത്തിൽ സംസാരിക്കുന്നവരാണ് നമ്മൾ. പ്രിയമുള്ളവരെ, നമുക്ക് തുറന്നു പറയാൻ, നമ്മുടെ സങ്കടങ്ങൾ തുറന്നു വെക്കാൻ നമുക്കാരുമില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ നിരതരാകണം. അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള സഹായം ബദറിൽ സ്വഹാബത്തിന് വന്നെത്തിയത് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടായിരുന്നു. അള്ളാഹു പറയില്ലേ, യുംദിദുക്കും റബ്ബുക്കും ബിഖംസതി ആലാഫിൻ മിനൽ മലായികത്തി മുസവ്വിമീൻ, 5000-ഓളം മലക്കുകളെ ഇറക്കിക്കൊണ്ട് ബദറിൽ നിങ്ങളെ സഹായിച്ചു. അത് അള്ളാഹുവിനോട് നിരന്തരമായി അവർ പ്രാർത്ഥിച്ചത് കൊണ്ടായിരുന്നു. ബദറിൻ്റെ തലേ ദിവസം അള്ളാഹു സഹായകരമായി ഒരു മഴയെ സ്വഹാബത്തിന് വർഷിപ്പിച്ചു. ആ മഴ ഒരേ സമയം അനുഗ്രഹവുമായിരുന്നു, എന്നാൽ ശിക്ഷയുമായിരുന്നു. മഴ വർഷിച്ചതോടുകൂടി സ്വഹാബത്തിൻ്റെ ഭാഗത്തെ, മുസ്ലിമീങ്ങളുടെ ഭാഗത്തെ മണ്ണ് പാകപ്പെട്ടു. യുദ്ധത്തിന് കാലുകൾ ഉറച്ചു നിൽക്കുമാറ് അവർക്ക് മണ്ണ് പാകപ്പെട്ടു. എന്നാൽ ആ മഴ മുശ്രിക്കീങ്ങളുടെ ഭാഗത്തെ മണ്ണിനെ വല്ലാതെ ആഴ്ത്തിക്കളഞ്ഞു. അവർക്ക് കാല് അതിൽ പൂണ്ടുപോകുമാറ്, അവർക്ക് യുദ്ധത്തിന് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ മഴ അവരുടെ മണ്ണിനെ മാറ്റി. അപ്പോൾ ഒരേ സമയം അനുഗ്രഹമായും എന്നാൽ മുശ്രിക്കീങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചാറ്റൽ മഴ അവരേക്ക് ഇറക്കി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ ബദറിൻ്റെ തലേ ദിവസം സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തതാ അബൂജഹൽ മരണപ്പെട്ടു എന്ന സ്ഥലം ഇന്നതാണ്. ഉത്ബത്തിന്റെ ഭാഗത്ത്, ഷെയ്ബത്തിന്റെ ഭാഗത്ത് മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാർ മരണപ്പെട്ടു വീഴുന്ന സ്ഥലം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെയും സഅദ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും മുശ്രിക്കീങ്ങളുടെ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി അവരെ പറഞ്ഞയച്ചു. യുദ്ധമാണ്, ശത്രുക്കളുടെ ആൾബലം എത്രയാണ്, അവരുടെ തന്ത്രങ്ങൾ എന്താണ്, അവരെവിടെയാണ് തമ്പടിച്ചിട്ടുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കിയാലാണ് തന്ത്രങ്ങൾ മെനയാൻ സാധിക്കുക.
റസൂലുള്ളാഹി ഇവരെ പറഞ്ഞയച്ചു. അവർ ചെന്ന് ശത്രുക്കളുടെ വിവരങ്ങളെല്ലാം ചോർത്തിയെടുത്ത് റസൂലിൻ്റെ അരികിലേക്ക് എത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂജഹലും കൂട്ടരും ബദറിലേക്ക് എത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് വരുന്ന സൈന്യവുമായിട്ടാണ്. ആയിരക്കണക്കിന് വരുന്ന പടയാളികളുമായി, നൂറുകണക്കിന് വരുന്ന കുതിരപ്പടയാളികളുമായി അബൂജഹലും കൂട്ടരും അവർ രാത്രിയിൽ നൃത്തത്തിലും സംഗീതത്തിലും അതുപോലെ മദ്യപിച്ച് അവർ ആഘോഷത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ബദറിൻ്റെ മണ്ണിൽ പ്രാർത്ഥനയിലുമാണ്. വെള്ളിയാഴ്ച ദിവസമാണ് യുദ്ധം അരങ്ങേറുന്നത്. ബദറിലേക്ക് പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനി, അല്ലാഹുവേ നീ എനിക്ക് വാഗ്ദാനം നൽകിയ വിജയമുണ്ടല്ലോ അത് നീ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബത മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ് ഫിൽ അർളി അബദാ, അല്ലാഹുവേ ബദറിന്റെ മണ്ണിൽ ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ ഈ 300 ചില്ലാനം വരുന്ന സ്വഹാബത്തും കൂട്ടരും ബദറിന്റെ മണ്ണിൽ മരണപ്പെട്ടു വീണാൽ പിന്നീട് നിന്നെ ആരാധിക്കുവാൻ ആളുണ്ടാവുകയില്ല. അതുകൊണ്ട് നീ എനിക്ക് നൽകിയ വാഗ്ദാനം, ആ വിജയമുണ്ടല്ലോ അത് നീ എനിക്ക് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പ്രവാചകന്റെ പ്രാർത്ഥന അള്ളാഹുവിനോട്. ബദറിന്റെ മണ്ണിലേക്ക് വരുന്നതിന് മുമ്പ് അബൂജഹലും പ്രാർത്ഥിച്ചു. അബൂജഹലിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹ്മ, അല്ലാഹുവേ കുടുംബബന്ധം മുറിച്ചു കളഞ്ഞ ആളുകളുണ്ട്. വആതാനാ ബിമാ ലാ യുഅറഫു, ആർക്കും അറിയാത്ത പുത്തൻ വാദവുമായി വന്നവരുണ്ട്. ഫഅഹിൻഹു ബിൽ ഗദാത്ത്, ആ വിഭാഗത്തെ നാളെ നീ ബദറിന്റെ മണ്ണിൽ പരാജയപ്പെടുത്തണമേ. ആദർശത്തേക്കാൾ വലുതായി അബൂജഹൽ കണ്ടത് കുടുംബബന്ധമായിരുന്നു. അതുകൊണ്ട് അബൂജഹലിന്റെ പ്രാർത്ഥന, കുടുംബബന്ധം മുറിച്ചവരുണ്ട് റബ്ബേ, ആർക്കും അറിയാത്തതുമായി വന്നവരുണ്ട് റബ്ബേ, അവരെ ബദറിന്റെ മണ്ണിൽ നീ പരാജയപ്പെടുത്തണമേ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ സുജൂദിൽ കടന്നുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്. കഅബയുടെ കില്ല പിടിച്ച് ബദറിലേക്ക് വരുന്ന സമയത്ത് അബൂജഹൽ പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട്. അബൂജഹലിന്റെ പ്രാർത്ഥനയും അള്ളാഹുവിനോട്, റസൂലുള്ളാഹിയുടെ പ്രാർത്ഥനയും അള്ളാഹുവിനോട്. പിന്നെ എന്തിന് ബദർ നടന്നു? രണ്ടുപേരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് എങ്കിൽ പിന്നെ ചോരകൾ തമ്മിൽ എന്തിനേറ്റുമുട്ടി? കുടുംബങ്ങൾ തമ്മിലാണ് യുദ്ധം. ചോരകൾ തമ്മിൽ എന്തിനേറ്റുമുട്ടി? അവിടെയാണ് പ്രിയമുള്ളവരെ തൗഹീദ് വേർതിരിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം അള്ളാഹുവിനോട് മാത്രം എന്നതായിരുന്നു. അബൂജഹലിന്റെ ആദർശം അള്ളാഹു വേണം, അതോടൊപ്പം മറ്റു ചില ആളുകളും വേണം. പ്രാർത്ഥന അള്ളാഹുവിനോട് ശരി തന്നെ, പക്ഷെ അള്ളാഹ് മാത്രം പോരാ, അള്ളാഹുവിൻ്റെ കൂടെ മറ്റു ചില മഹാന്മാർ വേണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അതേ സമയം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അവർ പ്രാർത്ഥിച്ചു. നമ്മുടെ നാട്ടിൽ ചുറ്റുപാടിൽ ധാരാളം ജാറങ്ങളുണ്ട്. കെട്ടിപ്പൊക്കിയ ഊരും പേരും അറിയാത്ത ഒരുപാട് ജാറങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെയാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബർ? അതുപോലെയാണോ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖബർ? എന്നിട്ട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും അലൈഹിമസ്സലാം പ്രാർത്ഥിച്ച അബൂജഹലിനെ ബദറിൽ വധിച്ചു കളഞ്ഞു. കാരണം ബദരീങ്ങൾ മുറുകെ പിടിച്ച ആദർശം ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഖുൽ നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഒരു ഷെയ്ഖിനോടും ഒരു മഹാനോടും ഒരു തങ്ങളോടും ഒരു ഹോജയോടും ഒരു ബാവയോടും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ അർപ്പിക്കുകയില്ല. ഏതെങ്കിലും മക്ബറകളിലേക്കോ ഏതെങ്കിലും ജാറങ്ങളിലേക്കോ ഏതെങ്കിലും പുണ്യപുഷ്പങ്ങളിലേക്കോ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തുകയില്ല, ഞാൻ എൻ്റെ സുജൂദുകൾ അർപ്പിക്കുകയില്ല, ഞാൻ എൻ്റെ നേർച്ചകൾ അർപ്പിക്കുകയില്ല. എൻ്റെ പ്രാർത്ഥനകൾ അഖിലവും ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് മാത്രം എന്ന ആദർശമായിരുന്നു ബദരീങ്ങൾ ബദറിൻ്റെ മണ്ണിൽ മുറുകെ പിടിച്ചത്. അൻസാറുകളാണ് ആദ്യം യുദ്ധത്തിന് വേണ്ടി ബദറിലേക്ക് ഇറങ്ങുന്നത്. അൻസാറുകൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മുശ്രിക്കീങ്ങളുടെ മറുപടി, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയല്ല, ഞങ്ങൾക്കാവശ്യം മുഹാജിറുകളെയാണ്, ഞങ്ങൾക്കാവശ്യം ഞങ്ങളുടെ കുടുംബക്കാരായ, ഞങ്ങളുടെ നാട്ടുകാരായ, ഞങ്ങളുടെ കൂടെ കളിച്ചു വളർന്ന മുഹാജിറുകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം.
അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനോടും ഹംസ റളിയല്ലാഹു അൻഹുവിനോടും അവർക്ക് നേരെ വാളെടുത്തിറങ്ങാൻ അബൂജഹലിനെ പ്രേരിപ്പിച്ചത് പ്രാർത്ഥനകളിലും അള്ളാഹുവിനോട് മാത്രം എന്ന ആദർശം മുറുകെ പിടിച്ചതിന്റെ പേരിലായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ആ ആദർശമായിരിക്കണം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. രണ്ട് വിശ്വാസങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ബദരീങ്ങളുടെ ആദർശം. രണ്ട്, അള്ളാഹുവിൻ്റെ കൂടെ ചില മഹാന്മാരും. അതിനവർക്ക് 2-3 ന്യായങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ ന്യായം, മക്കത്തെ മുശ്രിക്കീങ്ങൾ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിനവർ പറഞ്ഞ ന്യായം, ഇവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നതായിരുന്നു. നമ്മളെല്ലാം പാപങ്ങൾ ചെയ്തവരാണ്, നമ്മുടെ ഹൃദയം കറുത്തു പോയതാണ്. ഇനി നമ്മളെങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിക്കും? ട്രാൻസ്ഫോമറിൽ ഇങ്ങനെ നേരിട്ട് വീട്ടിലേക്ക് കരണ്ടെടുത്താൽ അടിച്ചു പോവില്ലേ? അതുകൊണ്ട് വോൾട്ടേജ് കുറച്ച് കുറയ്ക്കണ്ടേ? അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ എങ്ങനെ നേരിട്ട് പ്രാർത്ഥിക്കും? അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് എത്തുവാൻ ഇത്തരത്തിൽ ചില മഹാന്മാർ ആവശ്യമാണ്. ഒരു സഖാഫി പ്രസംഗിച്ചത്, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന KSRTC ബസ്സിൽ പോകുന്നത് പോലെയാണ്, മഹാന്മാരോടുള്ള പ്രാർത്ഥന ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ KSRTCയിൽ പോകാന്ന് പറഞ്ഞാൽ എത്തി കുണ്ടും കുഴി ഉണ്ടാവും, കുലുക്കുണ്ടാവും, ചൂടുണ്ടാവും, ഒക്കെ സഹിച്ചു പോകേണ്ടി വരും. ബെൻസ് കാറിലാവുമ്പോൾ വളരെ വേഗത്തിൽ AC ഇരുന്ന പ്രയാസമില്ലാതെ നടത്താം. അതുപോലെയാണ് മഹാന്മാരുള്ള പ്രാർത്ഥന. നഊദു ബില്ലാഹ്. ഈ ആദർശം വെച്ച് പുലർത്തിയ മുശ്രിക്കീങ്ങളെ കുറിച്ച് 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഇത്തരത്തിലുള്ള മഹാന്മാരെ സ്വീകരിച്ചവർ പറഞ്ഞ കാര്യം, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹാന്മാരെ ഞങ്ങൾ വിളിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവർ, ആലോചിച്ചു നോക്കൂ, ഇന്നും ആ ആദർശം വെച്ച് പുലർത്തുന്നവരില്ലേ? അള്ളാഹുലേക്ക് അടുക്കുവാൻ മുഹീദ്ദീൻ ഷെയ്ഖ് വേണമെന്നും മമ്പുറം തങ്ങൾ വേണമെന്നും CM മടവൂര് വേണമെന്നും പറയുന്നവരില്ലേ? അവരുടെ വാദം കേട്ടാൽ തോന്നും അള്ളാഹുവിനേക്കാൾ നമ്മോട് കാരുണ്യമുള്ളത് ഈ മഹാന്മാർക്കാണ് എന്ന്. എത്ര ഗൗരവമുള്ള വാദമാണ്! കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ദുൽകിഫിൽ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ പ്രത്യേകത ധാരാളം തിന്മകൾ ചെയ്തൊരു മനുഷ്യനാണ്. അവസാനം 60 ദീനാർ, ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയാണ്, ഒരു വലിയ സംഖ്യ നൽകി വ്യഭിചാരത്തിന് വേണ്ടി ഒരു സ്ത്രീയെ അയാൾ ക്ഷണിച്ചു. വ്യഭിചാരത്തിന് ഇരിക്കുമ്പോൾ അവളിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പം ഇദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഇത്തരത്തിലൊരു തിന്മ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പം എനിക്ക് പൈസക്ക് കുറച്ച് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഈ തിന്മ ചെയ്യുമായിരുന്നില്ല. അത് കേട്ട് വ്യഭിചാരത്തിന് വിളിക്കാതെ അവളെ തിരിച്ചയച്ചു. ആ പണം നൽകി ദുൽകിഫിന് തിരിച്ചയച്ചു. അന്ന് രാത്രി മുഴുവൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് അദ്ദേഹം കരഞ്ഞു. സുബ്ഹിന് മുമ്പേ ആ മനുഷ്യൻ മരണപ്പെട്ടു. അയാളുടെ വാതിലിൽ എഴുതി വെച്ചിരുന്നു, ഇന്നല്ലാഹ ഖദ് ഗഫറ ദിൽകിഫിൽ, അള്ളാഹു ദുൽകിഫിലിന് പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു അക്ബർ. ജീവിതകാലം മുഴുവൻ പാപങ്ങൾ ചെയ്തൊരു മനുഷ്യൻ അവസാനം ഒരു രാത്രിയിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയപ്പോൾ ആ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്ത അള്ളാഹുവിനേക്കാൾ കരുണയുള്ളവരാണോ പ്രിയമുള്ളവരെ ഈ മഹാന്മാർ? അതുകൊണ്ട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ അള്ളാഹു ഉണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല പോരെയോ അടിമയുടെ പ്രയാസങ്ങൾ നീക്കുവാൻ, നമ്മുടെ ദുരിതങ്ങൾ കാണുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ, നമുക്കെല്ലാം ചെയ്തു തരുവാൻ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ല പോരെയോ? ഇത്തരത്തിൽ മഹാന്മാരുടെ അടുത്തേക്ക് പോകുന്നവരെന്താ പറയുന്നത്? അല്ല പോരാ, അല്ല മാത്രം പോരാ. ഖുർആനിൽ ചോദ്യമുണ്ട്, ശരിയാണ്, അല്ല പോരെ, ചോദ്യമുണ്ട്, ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് അല്ല പോരാ. എത്ര ഗൗരവമുള്ള വാദമാണെന്ന് ആലോചിച്ചു നോക്കൂ. രണ്ടാമത്തെ അവരുടെ ന്യായം, ഈ മഹാന്മാരെല്ലാം നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ശുപാർശകരായി വരുന്നതാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനിസിന്റെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, ഹഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയും, ഇവർ പരലോകത്ത് ഞങ്ങൾക്ക് ശുപാർശകരായി വരുന്നതാണ്. ആ വിശ്വാസം ഇന്നും വെച്ച് പുലർത്തുന്നില്ലേ? എൻ്റെ മുരീദുകളാരും നരകത്തിലില്ല എന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞോവർ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മുരീദായാൽ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്.
അവർ പരലോകത്ത് അവരുടെ മുരീദുകളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമെന്നാണ്. ആ ആദർശം വെച്ച് പുലർത്തിയവരോട് അള്ളാഹ് ചോദിച്ചത്, ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശഭൂമികളിൽ അള്ളാഹുവിനറിയാത്തൊരു കാര്യം നിങ്ങൾ അള്ളാഹ്ക്ക് അറിയിച്ചു തരികയോ? അഥവാ പരലോകത്ത് അങ്ങനെ ഒരു ശുപാർശകരുണ്ട് എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല എന്നർത്ഥം. എന്നിട്ട് ആ വാദം ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവിനെ പഠിപ്പിക്കുകയാണോ എന്ന് അള്ളാഹു സൂറത്ത് യൂനിസിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു വാദം, കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ഇവരോട് ചോദിക്കുന്നത് എന്നാണ്. ഈ ഖബറിൽ കിടക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ അള്ളാഹിനോട് തന്നെയാണ് പ്രാർത്ഥിക്കണത്, അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല. പക്ഷേ അള്ളാഹു ഇവർക്ക് ചില കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ആര് പറഞ്ഞു അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന്? അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവിൽ നിന്ന് അള്ളാഹു അങ്ങനെ ഒരു കഴിവ് ആർക്കും നൽകിയിട്ടില്ല. 34-ാം അധ്യായം സൂറത്തു സബഇന്റെ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാഹ് ലാ യംലികൂന മിസ്ഖാല ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ ആകാശഭൂമികളിൽ ഒരു ദർറത്ത്, ഒരു അണുമണി തൂക്കം പോലും അവരുടമപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒരു ഉടമസ്ഥാവകാശം അള്ളാഹു നൽകിയിട്ടില്ലാന്ന്. വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹു മിൻഹും മിൻ ലഹീർ. ആകാശഭൂമികൾ ഉണ്ടാക്കുവാൻ അള്ളാഹുവിനെ അവർ സഹായിച്ചിട്ടില്ല, അള്ളാഹു അതിൽ ഒരു പങ്ക് അവർക്ക് നൽകിയിട്ടുമില്ല. അപ്പൊ പിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കൽ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയൽ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നവനേക്കാൾ അക്രമിയായിട്ട് ആരുണ്ട്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനകളിൽ അഖിലവും അള്ളാഹുവിനോട് മാത്രം. ഈ ആദർശം വെച്ച് പുലർത്തിയ അബൂജഹലിനെയും കൂട്ടരെയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ വധിച്ചു കളഞ്ഞത്. ഈ ആദർശം സത്യമാണ് എങ്കിൽ അബൂജഹലിനെ കൊല്ലാൻ പറ്റുമോ? അബൂജഹൽ മുസ്ലിമാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ രക്തം ഹറാമല്ലേ, എങ്ങനെ അബൂജഹലിനെ വധിക്കും? ഈ ആദർശം ഇസ്ലാമികമല്ല എന്നർത്ഥം. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിമാകുന്നില്ല എന്നർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, മിൻ ഈമാനിഹിം, മക്കത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, അന്നഹും ഇദാ ഖീല ലഹും മൻ ഖലഖസ് സമാവാത്, ആകാശങ്ങൾ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. വമൻ ഖലഖൽ ജിബാൽ, പർവ്വതങ്ങൾ സൃഷ്ടിച്ചത് ആരാ ചോദിച്ചാൽ അവർ പറയും അല്ലാഹ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറശ് ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാ? സൂര്യചന്ദ്രാദികളെ നിയന്ത്രിക്കുന്നത് കീഴ്പ്പെടുത്തിയതാരാ? മക്കത്തെ മുശ്രിക്ക് പറയും അല്ലാഹ്. സൂറത്തുൽ അൻകബൂത്തിന്റെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു ഒന്നുകൂടി പറഞ്ഞു, വലഇൻ സഅൽതഹും, അവരോട് ചോദിക്കപ്പെട്ടാൽ, എന്ത് ചോദിക്കപ്പെട്ടാൽ? ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണ്? വഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, ആ മഴയിൽ നിന്ന് ഭൂമിയിൽ ചെടികളെ മുളപ്പിക്കുന്നത് ആരാണ്? അവർ പറയും അല്ലാഹ്. 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് ആരാണ് അവരോട് ചോദിച്ചാൽ? അമ്മയ്യംലികുസ് സമഅ വൽ അബ്സാർ, കാഴ്ചകളെയും കേൾവികളെയും നിങ്ങൾക്ക് ഉടമപ്പെടുത്തുന്നത് ആരാണ് അവരോട് ചോദിച്ചാൽ? മയ്യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ? വമയ്യുദബ്ബിറുൽ അംർ, ലോകം മുഴുവൻ, കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ? ഫസയഖൂലൂന അല്ലാഹ്. ബദറിലേക്ക് പുറപ്പെട്ട അബൂജഹലും ഉത്ബത്തും ഷൈബത്തും പറയും അല്ലാഹു ആണ്. പിന്നെ എന്തിന് ആ അബൂജഹലിനെ മുസ്ലിമീങ്ങൾ കൊന്നു? ആ ആദർശം ഇസ്ലാമിന് കടകവിരുദ്ധമായിരുന്നു. ആ ആദർശം ബദരീങ്ങൾക്ക് പരിചയമില്ലാത്തതായിരുന്നു. അതുകൊണ്ടാണ് അവർ ചോദിച്ചത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, എല്ലാ ആരാധ്യന്മാരെയും മുഹമ്മദേ നീ ഒറ്റ ഇലാഹാക്കി മാറ്റിയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അതൊരു അത്ഭുതമായ കാര്യം തന്നെയാണ്. ഇനി പ്രാർത്ഥിക്കുവാൻ ലാത്ത വേണ്ട എന്നോ, ഇനി പ്രാർത്ഥിക്കുവാൻ ഉസ്സ വേണ്ട എന്നോ,
ഇനി പ്രാർത്ഥിക്കുവാൻ മനാത്ത വേണ്ട എന്നോ? പ്രാർത്ഥനകളെങ്കിലും അള്ളാഹുവിനോട് മാത്രമെന്നോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അതൊരു അത്ഭുതകരമായ കാര്യമാണല്ലോ. മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം, ബദറിലേക്ക് സ്വഹാബത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ മഹാന്മാരില്ലേ? ബദറിന്റെ മുന്നെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അടങ്ങുന്ന മഹാന്മാർ അവിടെയില്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി അവരോട് സഹായം തേടിയോ? ബദറിലേക്ക് ഇറങ്ങുമ്പോൾ സ്വഹാബത്തിന്റെ പ്രാർത്ഥന, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ച സമയം നിങ്ങളുടെ റബ്ബ് ഉത്തരം നൽകി. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പറയാറുണ്ട്, ഞങ്ങൾ അവരെ പ്രാർത്ഥിക്കുന്നില്ല, ഇസ്തിഗാസയാണ് ഞങ്ങൾ നടത്തുന്നത്. ബദരീങ്ങൾ ബദറിൽ പഠിപ്പിച്ചു, ഇത് തസ്തഗീസൂന റബ്ബക്കും, പ്രാർത്ഥനകൾ ഇസ്തിഗാസകൾ അഖിലവും അള്ളാഹുവിനോട് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 100 വർഷം സ്വഹാബത്ത് ജീവിച്ചില്ലേ? 1,00,000 ചില്ലാനം വന്ന സ്വഹാബത്തിൽ ആരെങ്കിലും പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിച്ചോ? 50 വർഷത്തോളം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചില്ലേ? പ്രവാചകനോട് അവർ പ്രാർത്ഥിച്ചോ? ഖിലാഫത്തുർ റാഷിദ 2 വർഷം 6 മാസം 2 ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 10 വർഷം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 12 വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 6 വർഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചു. 30 വർഷം നീണ്ടുനിന്ന ഖുലഫാഉർ റാഷിദുകളുടെ ഭരണത്തിൽ ആരെങ്കിലും ഒരാൾ പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്ന് സഹായം തേടിയോ? ഒരു നേർച്ചപ്പെട്ടി വെച്ച് ഒരു 10ന്റെ രൂപ ഇട്ട് 5ന്റെ രൂപ ഇട്ട് അതിൽ നിന്ന് ബറക്കത്തെടുത്തോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയം, അന്ന് പ്രവാചകന്റെ ഖബർ ഇതുപോലെയല്ല, ഓപ്പണാണ്, ഒരു മറയാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ റൂമിലാണ് പ്രവാചകന്റെ ഖബർ. ഒരു മറ നീക്കിയാൽ റസൂലുള്ളാഹിയുടെ ഖബർ കാണാം. അന്ന് പോലും ഒരു സ്വഹാബി പോലും, ഒരു താബിഈ പോലും, ഒരു തബഅ താബിഈ പോലും പ്രവാചകന്റെ ഖബറിന്റെ അരികിൽ വന്ന് സഹായം തേടിയിട്ടില്ല. ഇനി ഹിജ്റ 2 ബദർ കഴിഞ്ഞതിന് ശേഷം ഹിജ്റ 3 ഉഹദ് നടന്നില്ലേ? 70ഓളം സ്വഹാബത്ത് ഷഹീദായില്ലേ? റസൂലുള്ളാഹിയുടെ മുഖത്ത് ഇരുമ്പിന്റെ ആണി തറച്ചു കയറി, പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി, പ്രവാചകന്റെ കവിൾത്തടം പൊട്ടി രക്തം വാർന്നൊലിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 2 ബദറിൽ മരണപ്പെട്ടു പോയ ബദരീങ്ങളോട് സഹായം തേടിയോ? സ്വഹാബത്ത് പ്രാർത്ഥിച്ചോ? ഹിജ്റ 4 ഖന്തക്ക് നടന്നില്ലേ? ഖന്തക്കിൽ പ്രാർത്ഥിച്ചോ? അവരുടെ ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് എത്തുമാറ് ഖന്തക്കിന്റെ മണ്ണിൽ സ്വഹാബത്ത് പേടിച്ചില്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോ? ഇന്ന് രോഗം മാറാൻ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, പ്രയാസങ്ങൾ വരുമ്പോൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്ന ആദർശം പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുവാൻ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയ ബദരീങ്ങളുടെ ആദർശത്തിന് കടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രാർത്ഥനകളകിലവും അള്ളാഹുവിനോട് എന്ന ആദർശമാണ് ബദരീങ്ങൾ പഠിപ്പിച്ചത് എങ്കിൽ അത് മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. ബദറിൽ സ്വഹാബത്തിന്റെ കരുത്ത് ആദർശത്തിന്റെ കരുത്താണ്. മൂർച്ചയേറിയ വാളുകളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ വന്നില്ലേ, അല്ലാഹുവേ ഇവർ നഗ്നരാണ്, നീ ഇവരെ വഹിക്കണം. അല്ലാഹുവേ ഇവർ വിശക്കുന്നവരാണ്, നീ ഇവർക്ക് ഭക്ഷണം നൽകണം. അല്ലാഹു ഇവർ വസ്ത്രമില്ലാത്തവരാണ്, നീ ഇവരെ ധരിപ്പിക്കണം. അത്രയും പൂർണ്ണാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത സ്വഹാബത്ത്. കുതിരപ്പടയാളികളില്ല, ആൾബലമില്ല, മൂർച്ചയേറിയ വാളുകളില്ല. അവരുടെ കൈകളിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം മാത്രമായിരുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, അത് മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം അവർക്കറിയാമായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ദുനിയാവിൽ വെച്ചുകൊണ്ടല്ല. ബദറിന്റെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ സ്വഹാബത്തിന് അറിയാമായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്നാണ്. ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നതും ഞങ്ങളെ മരിപ്പിക്കുന്നതും ഞങ്ങളെ ജീവിപ്പിക്കുന്നതും ഞങ്ങൾക്കെല്ലാം നൽകുന്നതും ഇവിടെയുള്ള ഏതെങ്കിലും ഷെയ്ഖുമാരോ ഹോജമാരോ ബാവമാരോ അതില്ല, അതിനപ്പുറം അള്ളാഹു ആണ് എന്ന് അവർക്കറിയാമായിരുന്നു. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിൽ നിന്നല്ലാതെ എവിടെ നിന്നാണ് സഹായമെന്ന് അവർക്കറിയാമായിരുന്നു.
അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ബദരീങ്ങൾ ബദറിൽ ഘോരഘോരമായി പോരാടി. ബദറിൽ സ്വഹാബത്ത് ധൃതി കൂട്ടിയത് സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ബദറിന്റെ മണ്ണിലേക്ക് അവരെടുത്ത് ചാടിയത്. ഉമർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം പിടിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയാണ്, ഖൂമൂ ഇലൽ ജന്ന, സ്വഹാബ സ്വർഗത്തിന് വേണ്ടി എഴുന്നേൽക്ക്. അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമാണ് ആ സ്വർഗം. ഉമൈർ ഇബ്നു ഹമ്മാം റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമോ? എങ്കിൽ ഈത്തപ്പഴം തിന്നാനുള്ള സമയം പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് യുദ്ധകളത്തിലേക്ക് എടുത്തു ചാടി ഷഹീദായ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു. സ്വഹാബത്ത് ധൃതി കൂട്ടിയത് സ്വർഗത്തിലേക്കായിരുന്നു. എന്നാൽ മുശ്രിക്കീങ്ങൾ ധൃതി കൂട്ടിയത്, മുശ്രിക്കീങ്ങൾ ആഗ്രഹിച്ചത് ദുനിയാവായിരുന്നു. ആയിരക്കണക്കിന് മുശ്രിക്കീങ്ങൾ ബദറിലേക്ക് വന്നത് ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്നാൽ സ്വഹാബത്ത് ആഗ്രഹിച്ചത് സ്വർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും അവർ ഭയപ്പെട്ടില്ല, മരണത്തെ അവർ ഭയപ്പെട്ടില്ല. സ്വർഗം ആഗ്രഹിച്ചു വന്ന സ്വഹാബത്തിന് ഒന്നും പ്രശ്നമായില്ല. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റിയാണത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം സ്വർഗം ആഗ്രഹിക്കുന്നവനാണ്. അള്ളാഹുലേക്ക് മാത്രം അവൻ കൈകൾ ഉയർത്തുന്നവനാണ്. മുസ്ലിം ഉമ്മത്ത് അള്ളാഹുലേക്ക് മാത്രം എന്ന ആദർശം ഏതെല്ലാം കാലത്ത് മുറുകെ പിടിച്ചിട്ടുണ്ടോ അന്നെല്ലാം അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട്. ഈ ആദർശം എന്നവർ കൈവിട്ടുവോ അന്നെല്ലാം അള്ളാഹുവിൻ്റെ നിന്യത ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കെട്ടിപ്പൊക്കി എത്ര ജാറങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ മരത്തിൽ ചരട് കെട്ടുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലല്ലേ? പ്രയാസങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി കല്ലിനോട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് പ്രവാചകൻ പ്രയാസപ്പെട്ട് എന്തോ അങ്ങനെ പറയാണ്. സ്വഹാബത്തിന് കേൾക്കണില്ല. പ്രവാചകൻ അവസാന നിമിഷത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചുണ്ടിനെ അടുപ്പിച്ചു വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രിസ്ത്യാനികളെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ജൂത ക്രിസ്ത്യാനികളെ ഏത് വിഷയത്തിലാണോ അള്ളാഹു ശപിച്ചത് അതേ വിഷയത്തിലേക്ക്, അതേ ആദർശത്തിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്ത് കടന്നു ചെന്നിരിക്കുന്നു. കെട്ടിപ്പൊക്കിയ എത്ര ജാറങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ജൂത ക്രിസ്ത്യാനികളുടേതുപോലെ എണ്ണ വെച്ച് തിരിവെച്ച് തവാഫ് ചെയ്യുന്ന, സുജൂദുകൾ അർപ്പിക്കുന്ന, പുണ്യമാലകൾ എറിയുന്ന, പുണ്യപുഷ്പങ്ങൾ എറിയുന്ന എത്ര ജാറങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞു, അലാ, അതുകൊണ്ട് സ്വഹാബ നിങ്ങൾ അറിയണേ, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, ഖബറുകളെ നിങ്ങൾ ആ രൂപത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങളാക്കരുതേ. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി എൻ്റെ ഖബറിനെ നീ മാറ്റല്ലേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഐദാ, വർഷാവർഷം ആണ്ട് നേർച്ച കഴിക്കുന്ന ആളുകൾ തവാഫ് ചെയ്യുന്ന, അന്നദാനം നടത്തുന്ന ആ രൂപത്തിലുള്ള ആഘോഷ കേന്ദ്രമാക്കി എൻ്റെ ഖബറിനെ നീ മാറ്റല്ലേ. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അങ്ങനെ ചെയ്യുന്നവർ നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ മുസ്ലിം ഉമ്മത്തിൽ എത്ര ആളുകൾ പ്രിയമുള്ളവരെ ഈ ശിർക്കിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നവരാണ്? ഇവർക്ക് ബദരീങ്ങളുടെ ചരിത്രം പറയുവാൻ എന്ത് അവകാശമാണുള്ളത്? ബദറിന്റെ ചരിത്രം പറയുവാൻ, ബദരീങ്ങളുടെ ആദർശം മുറുകെ പിടിക്കുന്നു എന്ന് പറയുവാൻ എന്ത് അവകാശമാണ് ഈ ശിർക്കിന്റെ ആളുകൾക്കുള്ളത്? അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് വാളെടുത്തിറങ്ങേണ്ട, അബൂജഹലിനെ, മുത്തുബത്തിനെ, ഷൈബത്തിനെ നേരിടേണ്ട അവസ്ഥ നമുക്കില്ല. പക്ഷെ പ്രിയമുള്ളവരെ, ഈ ശിർക്കിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഈ തൗഹീദിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കുവാൻ, അവർക്ക് ഈ തൗഹീദാകുന്ന സത്യസന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതം കൊണ്ട് സ്വഹാബത്ത് ബദറിന്റെ മണ്ണിൽ തെളിയിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് അക്ബറായിട്ടുള്ളത് അള്ളാഹുവാണ്. മഹാനായ ഉബൈദ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ബദറിൽ നേരിടേണ്ടി വന്നത് തൻ്റെ ഉപ്പയുമായിട്ടാണ്. മുശ്രിക്കീങ്ങളുടെ ഭാഗത്തായിരുന്നു ഉപ്പ. ഉപ്പയെ വധിച്ചു കളഞ്ഞു.
അദ്ദേഹം തെളിയിക്കുകയായിരുന്നു, എനിക്കുപ്പയേക്കാൾ വലുത് ഈ ആദർശമാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാവൻ അൽ ആസ് ബിൻ ഹിഷാം, അദ്ദേഹം ബദറിലേക്ക് മുശ്രിക്കീങ്ങളുടെ കൂടെയാണ് വന്നത്. അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, എനിക്ക് വലുത് എൻ്റെ ആദർശമാണ്. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ അബു അസീസ് അദ്ദേഹത്തെ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ ബന്ദിയാക്കി ഇങ്ങനെ വെരിഞ്ഞു മുറുക്കുമ്പോൾ സഹോദരൻ മിസ്അബ് റളിയല്ലാഹു അൻഹു പറയാണ്, നല്ലോണം മുറുക്കി കെട്ടിക്കോ, ഉമ്മ നല്ല ധനികയാണ്, പൈസ കൊടുത്ത് മോചിപ്പിച്ചോളും. അപ്പോൾ അബു അസീസ് ചോദിക്കുകയാണ്, മിസ്അബ്, സഹോദരന് വേണ്ടി ഈ സമയത്ത് നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, അബു അസീസ്, നീയല്ല എൻ്റെ സഹോദരൻ, നിന്നെ വെരിഞ്ഞു മുറുക്കുന്ന അബുൽ യുസ്ര എന്ന അൻസാരിയായ സ്വഹാബിയാണ് എൻ്റെ സഹോദരൻ. ഉത്ബയെ വധിച്ച് പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു മ്ലാനത. റസൂലിൻ്റെ ചോദ്യം, ഹുദൈഫ, എന്താണ്, ഒരു ദുഃഖമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, റസൂലേ, എൻ്റെ ഉപ്പ തൻ്റെടിയായിരുന്നു, വിവേകിയായിരുന്നു, ഇസ്ലാം സ്വീകരിക്കണമെന്ന് വല്ലാതെ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ ഉപ്പ ഇസ്ലാം പുലുകിയില്ലല്ലോ, അതിലാണ് എനിക്ക് സങ്കടം, അല്ലാതെ ഈ വിധത്തിൽ ഉപ്പയെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്നതിൽ എനിക്ക് സങ്കടമില്ല എന്ന് പറയുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനെ അൽ ആസ് ഇബ്നു റബീഅയെ ബദറിൽ മുശ്രിക്കീങ്ങൾ വെരിഞ്ഞു കെട്ടുന്നുണ്ട്. ബദറിൻ്റെ മണ്ണിൽ സ്വഹാബത്ത് തെളിയിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾക്ക് അക്ബറായിട്ടുള്ളത് അള്ളാഹുവാണ്. സമൂഹം മുഴുവൻ എതിരാകുമ്പോഴും, നാട്ടിലെ പണ്ഡിതന്മാരും പാമരന്മാരും എതിരാകുമ്പോഴും, നാട്ടിലെ മുഴുവൻ ആളുകളും എതിരായി ആകാശം മുട്ടെ തീക്കുണ്ടാരമുണ്ടാക്കി അതിലേക്ക് എറിയാൻ നിൽക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ച ആദർശമുണ്ടല്ലോ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. ബദറിന്റെ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ബദരീങ്ങൾ പ്രഖ്യാപിച്ച ആദർശമുണ്ടല്ലോ, ഇത് തസ്തഗീസൂന റബ്ബക്കും. മുന്നിൽ ചെങ്കടൽ കണ്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ച ആദർശമുണ്ടല്ലോ, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. പ്രിയമുള്ളവരെ, ആ ആദർശം മുറുകെ പിടിക്കുവാൻ, ആ ആദർശം പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണെന്ന് പറയുമ്പോൾ, മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരാണെന്ന് പറയുമ്പോൾ, മുഴുവൻ ബറക്കത്തുകളും ഔലിയാക്കന്മാരാണ് നൽകുന്നത് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കൂല. എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും എനിക്ക് മഴ വർഷിപ്പിക്കുന്നതും അള്ളാഹുവാണ് എങ്കിൽ അവനാണ് മൗല, അവനാണ് നസീർ. അതുകൊണ്ട് അവനല്ലാത്ത ഒരാളിലേക്കും കൈകൾ ഉയർത്തേണ്ടതില്ല, അവനല്ലാത്ത ഒരാളിലേക്കും പ്രാർത്ഥനകളുമായി ചെല്ലേണ്ടതില്ല. ഈ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമേ പ്രിയമുള്ളവരെ നാളെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. ധാരാളം ഗുണപാഠങ്ങൾ നൽകുന്ന ഒരു യുദ്ധമായിരുന്നു ബദർ. ഇനിയും ധാരാളം പറയാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി നമുക്കുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയം വീണ്ടും പഠിക്കേണ്ടതുണ്ട്. ചരിത്രങ്ങൾ വായിച്ചും ചരിത്രങ്ങൾ കേട്ടും ചരിത്രങ്ങൾ മനസ്സിലാക്കിയും എന്താണ് ബദറിൽ ബദരീങ്ങൾ മുറുകെ പിടിച്ച ആദർശമെന്നും എന്തിനു വേണ്ടിയാണ് ബദരീങ്ങൾ കുടുംബത്തോടും ചോരകളോടും പോരാടിയത് എന്നും പ്രിയമുള്ളവരെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അവരുടെ യഥാർത്ഥ ആദർശത്തിലേക്ക് കടന്നു വരാതെ നാളെ പരലോകത്ത് ഒരാൾക്കും രക്ഷ ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളെങ്കിലും അള്ളാഹുവിനോട് എന്ന ആദർശം മുറുകെ പിടിച്ച് മുവഹിദായി ജീവിക്കുവാനും ഇസ്തിഖാമത്തിൽ മരണപ്പെട്ടു പോകുവാനും അങ്ങനെ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ആകാശഭൂമികളെക്കാൾ പ്രവിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ, ഈ വളപുരത്ത് നമുക്ക് വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. തൗഹീദ് പ്രചരിപ്പിക്കുവാനും തൗഹീദിന് വേണ്ടി നിലകൊള്ളുവാനുമുള്ള ഒരു ഭവനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കവിടെ ലഭിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹം നമുക്ക് മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഇതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്തും ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്തുണ്ട്. നമ്മുടെ വളപുരത്തുള്ള ജലീൽക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരൽപ്പം പ്രയാസത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എല്ലാവരും ഈ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ
അധികം പ്രയാസപ്പെട്ടുകൊണ്ട് അവർ പിന്നെ രോഗം അനുഭവിച്ച് കിടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെല്ലാം പൂർണ്ണാർത്ഥത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന മുഴുവൻ രോഗങ്ങൾക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് ഒരു സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇശ്ഫിഹാ മിൻ കുല്ലി ദാഇൻ അല്ലാഹുമ്മ സഹ്ഹലഹൽ ആഫിയത വസ്സലാമത്ത താമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.